ജൂൺ 19 വായനാ ദിനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമായ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒന്നാമത്തെ ചോദ്യം: ആരുടെ ചരമദിനമാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? PN പണിക്കർ. മലയാള സാഹിത്യത്തിലെ ആധുനിക കവിത്രയങ്ങൾ എന്നറിയപ്പെടുന്നത് ആരെല്ലാം? ഉത്തരം: കുമാരനാശാൻ, വള്ളത്തോൾ, ഉള്ളൂർ. മലയാള സാഹിത്യത്തിലെ പ്രാചീന കവിത്രയങ്ങൾ എന്നറിയപ്പെടുന്നത് ആരെല്ലാം? ഉത്തരം: ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം? 2013. എഴുത്തച്ഛൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം: മലപ്പുറം ജില്ലയിലെ തിരൂർ തുഞ്ചൻ പറമ്പ്. കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നത് ജൂൺ 19 മുതൽ ഏത് ദിവസം വരെയാണ്? ഉത്തരം: ജൂൺ 25 വരെ. കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാര്? വള്ളത്തോൾ നാരായണ മേനോൻ. മഹാത്മാഗാന്ധി തൻ്റെ ആത്മകഥ എഴുതിയത് ഏത് ഭാഷയിലാണ്? ഗുജറാത്തി. ചെമ്മീൻ, കയർ എന്നീ കൃതികൾ രചിച്ചതാര്? ഉത്തരം: തകഴി ശിവശങ്കരപ്പിള്ള. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരനാര്? ഉത്തരം: VV അയ്യപ്പൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ? ഉത്തരം: ഹിന്ദി. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ്? ഉത്തരം: KM പണിക്കർ. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം എന്ന കവിത രചിച്ചതാര്? ഉത്തരം: ചെമ്മനം ചാക്കോ. മലയാള സാഹിത്യത്തിലെ ആദ്യ നോവലായ ഇന്ദുലേഖയുടെ കർത്താവാര്? ഉത്തരം: O. ചന്തുമേനോൻ. കേരള ഗ്രന്ഥശാല സംഘം ഇപ്പോൾ അറിയപ്പെടുന്നത് ഏതു പേരിൽ? ഉത്തരം: കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം ഏതാണ്? സാഹിത്യലോകം. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ മുഖപത്രം ഏതാണ്? ഉത്തരം: ഗ്രന്ഥലോകം. ലോക വായനാ ദിനം എന്നാണ്? ഉത്തരം: ഏപ്രിൽ 23. ആരുടെ ഓർമ്മയ്ക്കായാണ് ഏപ്രിൽ 23 ലോക വായനാ ദിനമായി ആചരിക്കുന്നത്? വില്യം ഷേക്സ്പിയർ. ഒളപ്പമണ്ണ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നതാര്? ഉത്തരം: സുബ്രഹ്മണ്യ നമ്പൂതിരിപ്പാട്. പൂർണ്ണമായും മലയാള ലിപിയിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഏത്? ഉത്തരം: സംക്ഷേപ വേദാർത്ഥം. ചലച്ചിത്രമാക്കിയ മലയാളത്തിലെ ആദ്യ നോവൽ? ഉത്തരം: മാർത്താണ്ഡവർമ്മ. സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ? ഉത്തരം: കുമാരനാശാൻ. എൻ്റെ വഴിയമ്പലങ്ങൾ ആരുടെ ആത്മകഥയാണ്? SK പൊറ്റക്കാട്. വൈക്കം മുഹമ്മദ് ബഷീർ സ്വന്തം ജീവിതകഥ പറഞ്ഞ കൃതി ഏത്? ഉത്തരം: പാത്തുമ്മയുടെ ആട്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരം? ഉത്തരം: ജ്ഞാനപീഠ പുരസ്കാരം. 1965 ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം: G. ശങ്കരക്കുറുപ്പ്. G. ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം നേടിക്കൊടുത്ത കൃതി ഏത്? ഉത്തരം: ഓടക്കുഴൽ. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്? ഉത്തരം:
അപ്പു നെടുങ്ങാടി എഴുതിയ കുന്തലത. പി.എൻ. പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2004 ജൂൺ 19. ഉറൂബ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ. ഉത്തരം P.C. കുട്ടിക്കൃഷ്ണൻ. ദി പോസ്റ്റ്മാൻ ആരുടെ ചെറുകഥയാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. മലയാളത്തിൽ ആദ്യമായി ആത്മകഥ എഴുതിയ വനിതയാര്? ഉത്തരം ബി. കല്യാണിക്കുട്ടിയമ്മ. കല്യാണിക്കുട്ടിയമ്മയുടെ ആത്മകഥയുടെ പേരെന്ത്? ഉത്തരം വ്യാഴവട്ട സ്മരണകൾ. ആടുജീവിതം എന്ന സിനിമ ആരുടെ നോവൽ ആസ്പദമാക്കിയുള്ളതാണ്? ഉത്തരം ബെന്യാമിൻ. പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം M.T. വാസുദേവൻ നായർ. ചലച്ചിത്രമാക്കപ്പെട്ട ആദ്യ മലയാള നോവൽ? ഉത്തരം C.V. രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ. വായനയുടെ വളർത്തച്ഛൻ എന്ന ഡോക്യുമെന്ററി ആരെക്കുറിച്ചുള്ളതാണ്? ഉത്തരം P.N. പണിക്കർ. യുനെസ്കോയുടെ സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം? ഉത്തരം കോഴിക്കോട്. മലയാള അച്ചടിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ബെഞ്ചമിൻ ബെയ്ലി. മലബാർ മാനുവൽ എന്ന ചരിത്ര ഗ്രന്ഥം രചിച്ചതാര്? ഉത്തരം വില്യം ലോഗൻ. നോബൽ സമ്മാനം നേടിയ ആദ്യ ഭാരതീയൻ? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ടാഗോറിന്റെ ഏത് കൃതിക്കാണ് നോബൽ സമ്മാനം ലഭിച്ചത്? ഗീതാഞ്ജലി. കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതി ഏത്? ഉത്തരം നളചരിതം ആട്ടക്കഥ. നളചരിതം ആട്ടക്കഥ രചിച്ചതാര്? ഉത്തരം ഉണ്ണായി വാരിയർ. മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം ഏതാണ്? ഉണ്ണുനീലി സന്ദേശം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു: മലയാള സാഹിത്യത്തിലെ അമ്മ എന്നറിയപ്പെടുന്ന എഴുത്തുകാരി ആരാണ്? മലയാള സാഹിത്യത്തിലെ അമ്മ എന്നറിയപ്പെടുന്ന എഴുത്തുകാരി ആരാണ്? ഉത്തരം ബാലാമണിയമ്മ. ആദ്യം ശരിയുത്തരം കമൻറ്റ് ചെയ്തവരുടെ പേര് വായിക്കാം. അനഘ M.R, ഹൃദ്യ K, അസ്ലം, അഭിനവ് K, ഹിസാന M, രുദ്ര ദീപക്, അജ്ലാൻ P, ജാൻവി SR, ഐഷ അജ്വ, ആരുദ്ര എന്നിവരാണ്. ഉത്തരം കമൻറ്റ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ. ഇനി നമ്മുടെ ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം ഏതാണെന്ന് നോക്കാം. P.N. പണിക്കരുടെ മുഴുവൻ പേര് എന്താണ്? ആൻസർ അറിയുന്നവർ എല്ലാവരും ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ പേരും കൂടെ എഴുതാൻ മറന്നു പോകരുത്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.